സോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലോസി. സോ ഗായ്സ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് തരാനാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ എത്തിക്കൽ ഹാക്കിംഗ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ഫീൽഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അതിപ്പോൾ എന്താ പറയുക സ്റ്റാർട്ടൊക്കെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ. സോ ഇതിൽ പലപ്പോഴും എന്താ പറയുക ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, ലോ ആൻഡ് ഡിവൈസ് ആണ് ബ്രോ, അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ഇതിൽ ലിനക്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ലാഗ് ആവുന്നുണ്ട്, ഹാങ് ആവുന്നുണ്ട്, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ടൂൾസ് ഒന്നും റൺ ചെയ്യാൻ പറ്റുന്നില്ല, പ്രൊസസ്സർ ഭയങ്കരമായിട്ട് ക്രാഷ് ആവുന്നുണ്ട്, അങ്ങനെയൊക്കെ. അതായത് നമുക്ക് എന്താ ഈ വെർച്വൽ ബോക്സ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്ത ലിനക്സ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക എന്താ പറയുക നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ബ്രോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കമൻറ്റിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് കാണുന്ന സമയത്തൊക്കെ. ഓക്കെ. സോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ലോയിൻ്റെ വേസ് ആണ് നിങ്ങൾക്ക് എന്താ പറയുക, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാഷർ മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് കാലി അല്ലെങ്കിൽ പാരറ്റ് ഓയിസ് അല്ലെങ്കിൽ കാലി ലിനക്സ്, ലിനക്സ് അതുപോലുള്ള ലിനക്സ് ഡിസ്ട്രോസ് ഒന്നും നിങ്ങളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പറ്റാത്ത, എനിക്ക് പറ്റാൻ എന്താ പറയുക ചെയ്യാൻ സാധിക്കില്ലാത്ത ആൾക്കാരായിരിക്കുമല്ലോ. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് വിൻഡോസിൽ തന്നെ നമുക്ക് പെനട്രേഷൻ ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളുണ്ട്. അതായത് ഓൾമോസ്റ്റ് ലിനക്സിൽ ഉള്ള അല്ലെങ്കിൽ എന്താ പറയുക പെനട്രേഷൻ ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു 50% കൂടുതലുള്ള എസെൻഷ്യൽ ടൂൾ കിറ്റ്സ് അടങ്ങിയിരിക്കുന്ന ഒരു ടൂളാണത്. ആ ടൂൾ എന്ന് പറയുന്നത് നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്. സോ ദ ടൂൾ നെയിം ഈസ് പെൻടെക്സ്റ്റ് ബോക്സ് ആണ്. സോ ഇത് നമുക്ക് pentextbox.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതായിരിക്കും. സോ ഡൗൺലോഡ് ചെയ്യാൻ സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ എന്താ പറയുക ഈ ഒരു പോർഷനിൽ നമ്മൾ ഡൗൺലോഡ് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പേജിലോട്ട് റീഡയറക്റ്റ് ആവും. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഞാനിവിടെ ഡൗൺലോഡ് കൊടുക്കുമ്പോൾ തന്നെ ഇത് സ്റ്റാർട്ട് ആവും. ഏകദേശം ഒരു 3 GB അടുപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഫയൽ സൈസ് എന്ന് പറയുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു സിപ്പ് ഫയലായിട്ടായിരിക്കും വരിക. നിങ്ങൾ ജസ്റ്റ് അൺസിപ്പ് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തിട്ട് റൺ ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിളാണ്. അതുപോലെ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക ഇപ്പോൾ കാലി ലിനക്സ് ഒക്കെ ഉപയോഗിക്കുന്ന വീഡിയോ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് ഓരോ ലിനക്സ് ഡിസ്ട്രോസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്താ പറയുക ഇനിമറേഷൻ ചെയ്യണതും റീകോൺ ചെയ്യണതും അതുപോലെ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യണതും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ ബട്ട് ഇതെന്ന് പറയുന്നത് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ എന്താ പറയുക എൻവയോൺമെൻ്റ് ആണ്. അതായത് ഇത് ഒരിക്കലും ഒരു ലിനക്സ് ഡിസ്ട്രോ അല്ലെങ്കിൽ കാലി ലിനക്സ് പോലുള്ള ഒരു ലിനക്സ് ഡിസ്ട്രോയേ അല്ല. ഇത് എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഇത് വിൻഡോസ് യൂസേഴ്സർക്ക് പാർട്ടിക്കുലറായിട്ട് എന്താ പറയുക ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ടൂളാണ്. മാത്രമല്ല ഇതിൽ തന്നെ പറയുന്നുണ്ട് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൽ നമുക്ക് എന്താ പറയുക വെർച്വൽ മെഷീൻ ചെയ്യുന്ന പോലെ നമുക്ക് എന്താ പറയുക ഈ ഡബിൾ ബൂട്ടിങ്ങിൻ്റെ കാര്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ തന്നെ ഒരുപാട് ടൂൾസ് അടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു എന്താ പറയുക നമ്മൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് എസെൻഷ്യലി എന്താ പറയുക നമുക്ക് എന്താ പറയുക പെനട്രേഷൻ ടെസ്റ്റ്, ഒരു അഡ്വാൻസ് പെനട്രേഷൻ ടെസ്റ്റിങ്ങിന് ആവശ്യമുള്ള ഒരു 50% എസെൻഷ്യലി ഉള്ള ടൂൾസ് ഇതിൽ എന്താ പറയുക പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ഒരുപാട് അഡ്വാൻസ്ഡ് ടൂൾസ് ഇതിലുണ്ട്. ഇപ്പോൾ ബബ്സ്യൂട്ട്, സാപ്പ് പ്രോക്സി, SQL മാപ്പ്, അതുപോലുള്ള റീകോൺസിനുള്ള ഒരുപാട് എന്താ പറയുക എൻമാപ്പ്, സബ്ലിസ്റ്റർ, അതുപോലെ എന്താ പറയുക ഒരുപാട് ടൂൾസ് ഇതിൽ ഇൻബിൽഡ് ആയിട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എന്താ പറയുക ഈസി ടു യൂസ് ആണ്, സിമ്പിൾ ഡിസൈൻ ആണ്. പെർഫോമൻസ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക നല്ല പെർഫോമൻസ് ആണ്. ചെറിയൊരു എന്താ പറയുക അല്ലെങ്കിൽ നമുക്ക് ഒരു ലോ എൻഡ് ഡിവൈസിൽ ഹൈ പെർഫോമൻസ് എന്നൊക്കെ പറയുന്ന പോലെ നല്ല പെർഫോമൻസിൽ നമുക്ക് എന്താ പറയുക നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പെൻടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഡിഫൻസിൻ്റെ എന്താ പറയുക ഡിഫൻസ് റിക്വേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഒരു വിൻഡോസ് സിസ്റ്റം മാത്രം ഉണ്ടായാൽ മതി. അതുപോലെ ഇതിൽ വൈഫൈ ഹാക്ക് ചെയ്യാനുള്ള ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. എയർ ക്രാക്കർ NG ടൂൾ കിറ്റ് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ എന്താ പറയുക നിങ്ങൾക്കൊരു വയർലെസ് അഡാപ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക വയർലെസ് ഹാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെയുള്ള എന്താ പറയുക ഒരുപാട് അഡ്വാൻസ് തിങ്സ് അടങ്ങിയിരിക്കുന്ന ഒരു എന്താ പറയുക എൻവയോൺമെൻ്റ് ആണിത്. സോ വളരെ സിമ്പിളാണ്. സോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. മാത്രമല്ല ഇതിൽ പ്രീ ഇൻസ്റ്റാളായിട്ട് മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിം വർക്ക് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതായത് മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരുപാട് എക്സ്പ്ലോയിറ്റ്സ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഫ്രെയിം വർക്കാണ്. നമുക്കിപ്പോൾ വെബ് ബ്രൗസർ സോറി വെബ് ബ്രൗസർ ഹാക്കിങ്ങിന് അല്ലെങ്കിൽ എന്താ പറയുക വെബ് സെർവേഴ്സ് ഹാക്ക് ചെയ്യാൻ
അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ്. ഒരുപാട് എന്താ പറയുക സർവീസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ഒരുപാട് യൂസ്ഫുൾ ആണ്. പ്രീ ഇൻസ്റ്റാൾഡ് ആണ് ഒരുപാട് എക്സ്പ്ലോയിറ്റ്സ്. നമുക്ക് ഈ സെർച്ച് എക്സ്പ്ലോയിറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈസി ടൂളാണ് മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ലിനക്സിനെ പോലെ നമുക്ക് DB സർവീസ് ഒന്നും അവൈലബിൾ അല്ല. പക്ഷെ എന്നാലും എന്താ പറയുക നമുക്ക് മെറ്റാസ്പ്ലോയിറ്റുള്ള എല്ലാ സർവീസും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ഒരുപാട് എക്സ്പ്ലോയിറ്റ് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. സോ എന്താ പറയുക ഭയങ്കര പവർഫുള്ളാണ് മെറ്റാസ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. എന്താ പറയുക നമുക്ക് ഇതിൽ തന്നെ കാണാം എല്ലാം. എന്താ പറയുക ഇതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ട്വിറ്റേഴ്സും കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾക്ക് ഈ ബഗ് ബൗണ്ടി അല്ലെങ്കിൽ പെൻട്രേഷൻ ടെസ്റ്റിംഗ് ഒക്കെ ഞാൻ പറഞ്ഞില്ല, എത്തിക്കൽ ഹാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. സോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. സോ ഗൈസ് എല്ലാവർക്കും കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ പെൻഡെക്സ് ബോക്സിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സോ അതുവരെ ബൈ.